സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് അയർലൻഡിലെ ഒരു സ്ഥലമാണ് പരിചയപ്പെടുത്തുന്നത്. മനോഹരമായിട്ടുള്ള എഡൻഡെറി എന്ന് പറയുന്ന കൗണ്ടി. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹിൽബ്രോ ഓഫ് ദ ഓക്ക് വുഡ് എന്നാണ്. ഒഫലി കൗണ്ടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 16ാമത്തെ സെഞ്ചുറി മുതൽ പുരാതനമായിട്ടുള്ളൊരു നഗരം സംരക്ഷിച്ചു പോകുന്ന കൂൾസ്റ്റൗൺ എന്നറിയപ്പെടുന്ന സംരക്ഷിച്ചു പോകുന്നൊരു നഗരമാണ്. ഇതിൻ്റെ മുകളിലൊരു ചർച്ച്, ഒരു സെൻറ്ററുണ്ട്. അവിടെ നിന്നാണ് ഇപ്പം ഞാൻ വീഡിയോ എടുത്തേക്കുന്നത്. ഒരു ഹോളി ട്രിനിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് അവിടെ മനോഹരമായിട്ടുള്ളൊരു ചർച്ചും അതിൻ്റെ കൂടെ ഒരു സെമിട്രിയും ഒക്കെ പുരാതന സെമിട്രിയൊക്കെ അവർ സംരക്ഷിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ ചെറിയൊരു മ്യൂസിയം ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ അത് അടവായിരുന്നു. അത് വളരെ മനോഹരമായിട്ടുള്ള സെമിട്രി നിങ്ങൾക്ക് കാണാം. അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് തുടർന്ന് വരുന്നത്. നമുക്ക് കാണുന്നത് നല്ല ടൗണൊക്കെ നല്ലോണം കാണാൻ പറ്റും. കാർ പാർക്കൊക്കെ ഫ്രീ ആണ്. പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അയർലൻഡിൽ വരുന്നവർക്ക്, താമസിക്കുന്നവർക്കും വരുന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു പിക്നിക് സ്പോട്ടാണിത്. നല്ല ഒരു ദിവസം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് മനസമാധാനത്തോടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അത് അവർ വളരെ മനോഹരമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രകൃതി ഭംഗിയോടൊപ്പം തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നല്ലൊരു ബീച്ചുണ്ട്. ബീച്ച് വളരെ നല്ലതാണ്. അവിടെ കയക്കിങ്ങിനുള്ള ഒരു ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരാഴ്ച വന്ന് താമസിക്കാനും കുറച്ച് ദിവസങ്ങൾ വന്ന് താമസിക്കാൻ കാരവനൊക്കെ യൂസ് ചെയ്ത് വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങളും അവിടുന്ന് ബോട്ട് റെൻറ്റിനൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. വളരെ നല്ല റോഡാണ്, മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ അവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവർ മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെയാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നല്ലൊരു ഹോട്ടലും ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലവും ഉണ്ട്. അതുപോലെ താമസിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ട്. വളരെ നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പോസിറ്റീവ് വൈബ് കിട്ടുന്നൊരു സ്ഥലമായിട്ട് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് അവിടുത്തെ ഈ ബോട്ടിംഗ് ഒക്കെ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഇവിടുത്തുകാർ വന്ന് താമസിച്ചത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് കീപ്പ് ചെയ്തേക്കുന്നൊരു സ്ഥലമെന്ന് പ്രത്യേകം പറയാം. അതുപോലെ നീരുറവുകളൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട്. നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ്. അതുപോലെ ഷീപ്പിനെ വളർത്തിയിട്ട് അതിൻ്റെ കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആദ്യകാലത്ത് അവരുടെ വരുമാനം. ഇപ്പോൾ ടൂറിസമാണ് പ്രധാനമായിട്ടും അവരുടെ വരുമാന മാർഗം. അതുപോലെ നല്ല രീതിയിൽ ഒരു കുഞ്ഞൊരു ഉറവ അവർ സംരക്ഷിക്കുന്നുണ്ട്. അത് വളരെ നല്ലോണം സംരക്ഷിക്കുക. കഥ കണ്ടോ, കുടിക്കാനുള്ള വെള്ളം വരെ എടുക്കാമെന്നാണ് പറഞ്ഞത്. അതുപോലെ വളരെ നല്ലതായിട്ട് നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഇത്ര നേരം എൻ്റെ കൂടെ നിന്നതിന് ഒരുപാട് താങ്ക്സ്. എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ചേർത്ത് നിർത്തുക. നിങ്ങളെ ഇനിയും അയർലൻഡിലെ മനോഹരമായിട്ടുള്ള ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങൾ സമ്മറിലും അല്ലാത്ത സമയത്തും എല്ലാം ഞാൻ കൊണ്ടുവന്ന് വീഡിയോ കാണിക്കാം. എന്നാൽ കഴിയുന്ന ചെയ്യാം. ഇത്ര നേരം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. പിന്നെ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നോടും വരെയും മുടക്കം. പ്രിയ സുഹൃത്തുക്കളെ,